പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ശകുനപ്പിഴ എന്ന വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. ശകുനം എന്ന വാക്കിന് പക്ഷി, പ്രശ്നം, ലക്ഷണം, കഴുകൻ എന്നെല്ലാം അർത്ഥമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ലക്ഷണപ്പിഴവിനെയാണ് ശകുനപ്പിഴ എന്നതുകൊണ്ട് ആളുകൾ അർത്ഥമാക്കുന്നത്. വരാനിരിക്കുന്ന ഗുണദോഷങ്ങളുടെ പ്രതീകമായിട്ടാണ് അവരതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ ആളുകളിൽ ഭൂരിഭാഗവും ഇതിനെ പേടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. വീട് കയറി താമസിക്കുമ്പോഴും, വിവാഹ സുദിനം നിശ്ചയിക്കുമ്പോഴും, വാഹനത്തിന് മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച ഓടിയാലും, കൈനീട്ടം വാങ്ങുമ്പോഴും, കണി കാണുമ്പോഴും, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഇതിനെ പേടിക്കുന്നവരുണ്ട്. അതോടൊപ്പം ചില മാസങ്ങളെയും ആ മാസങ്ങളിലെ ദിവസങ്ങളെയും നഹസാക്കുന്നവരുണ്ട്. കാലങ്ങളും ദിവസങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയായതിനാൽ അതിനെ കുറ്റപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നതിന് സമമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ കാലങ്ങളെയും ദിവസങ്ങളെയും നഹസാക്കിയ കലണ്ടറുകൾ വരെ നമുക്ക് വിപണിയിൽ കാണാൻ കഴിയും. ഏതായാലും ശകുനപ്പിഴയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം അള്ളാഹു ആണ് നമുക്ക് നന്മയും തിന്മയും നൽകുന്നത്. അതിനെ മാറ്റിമറിക്കുവാനുള്ള കഴിവും അള്ളാഹുവിനാണുള്ളത് എന്നാണ് ഒരു സത്യവിശ്വാസി വിശ്വസിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നംലിന്റെ 47-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അതായത് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ ജനത പറയുകയാണ്, സ്വാലിഹെ, നീയും നിന്റെ കൂടെയുള്ള വിശ്വാസികളും ഞങ്ങൾക്ക് ശകുനപ്പിഴയായിരിക്കുന്നു എന്ന്. അതിന് സ്വാലിഹ് അലൈഹി ഇസ്ലാം നൽകുന്ന മറുപടി ഖുർആൻ പറയുന്നത് നോക്കൂ. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ. നിങ്ങളുടെ ശകുനപ്പിഴവ് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു, നിങ്ങൾ പരീക്ഷിക്കപ്പെട്ട ജനതയാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് ശകുനം നോക്കൽ ശിർക്കാണ് എന്നാണ്. മൻ തതയ്യറ ഫലൈസ മിന്നാ. ആര് ശകുനം നോക്കിയോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആര് ഉറുക്ക് കെട്ടിയോ, അതേപോലെ തന്നെ ആര് ജ്യോത്സ്യനെ സമീപിച്ചുവോ എന്നിട്ട് അവന്റെ വാക്കുകളിൽ വിശ്വസിച്ച് അതിനെ സത്യപ്പെടുത്തിയോ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഹദീസ്. അതുകൊണ്ട് വല്ലവർക്കും ആർക്കെങ്കിലും ഈ ശകുനപ്പിഴയെ കുറിച്ച് മനസ്സിലെന്തെങ്കിലും തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചത്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഖൈറുക എന്ന് പ്രാർത്ഥിക്കുവാനാണ്. ഇങ്ങനെ തൗഹീദിന്റെ പ്രഖ്യാപനം പ്രാർത്ഥിക്കുവാനും ഇത്തരം ശകുനപ്പിഴയുടെ ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷപ്പെടുവാനും അള്ളാഹുവിനെ മാത്രം തവക്കുൽ ചെയ്ത് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.